ഇതാണ് ടോം ഓഫ് ലിഹിയാൻ സൺ ഓഫ് കുസ അൽ ഫറീദ്. നമുക്കിനി ആ തോമ്പിലേക്ക് പോവാം. പവനെ കമാൻ. എന്താ ദിസ് ഇസ് ലാസ്റ്റ് വൺ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു തോമ്പിലേക്കാണ്. ഇത് ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. ഇതിനപ്പുറത്തേക്ക് ഇനിയൊന്നുമില്ല. നമ്മുടെ ഗൈഡ് മുമ്പേ പോയിട്ടുണ്ട്. അപ്പം ഗൈഡിൻ്റെ കൂടെ പോയാൽ ഗൈഡ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതൊക്കെ നമുക്ക് കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യും. പുള്ളി വളരെ സ്പീഡിൽ നടന്നു പോയി. പുള്ളി ആൾ നല്ലൊരു തടിയുള്ള മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുള്ളി നടക്കുക. ഇവിടെ ഇപ്പോൾ നല്ല കാലാവസ്ഥ കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ അടിപൊളിയാണ്. ഉച്ചയ്ക്കൊന്നും വന്നു കഴിഞ്ഞാൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് സമ്മർ ടൈമിൽ ഇവിടെ വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യുന്നത് 4 to 6 വരേക്കുമാണ്. 6 കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പുറത്തു പോകണം. അതായത് ലാസ്റ്റ് ട്രിപ്പ് ബസ് വരുന്നത് 5 o'clock 5 to 2 hours. മൊത്തം നമ്മളെ 4 ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഈ 4 ഡെസ്റ്റിനേഷനിൽ പോയി വരുമ്പോഴത്തേക്കും 7 o'clock ആവും. അപ്പോൾ 2 hours കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകണം. അതാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. പിന്നെ വിൻ്റർ ടൈമിലാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ടു ഈവനിങ്. മോർണിംഗ് 7 o'clock സ്റ്റാർട്ട് ചെയ്ത് ഈവനിങ് 7 o'clock വരെയൊക്കെയുണ്ട്. പിന്നെ ഈ ഹോട്ട് സീസണിലും അതായത് സമ്മറിലും അവർ മോർണിംഗിൽ ഒരു ട്രിപ്പും കണ്ട് അലൗഡ് ചെയ്യുന്നുണ്ട്. 7 o'clock മറ്റോ ആ ഒരു ട്രിപ്പ് ഇവിടെ വരാൻ ഞാൻ വന്ന് ടിക്കറ്റ് അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞ അങ്ങനെയാണെന്ന്. ഇഫ് യു കം ഏർലി യു ക്യാൻ ഗെറ്റ് ദ ടിക്കറ്റ്. ദാറ്റ് മീൻസ് 7 o'clock ഇറ്റ് സ്റ്റാർട്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് 7 o'clock നമുക്ക് വരാൻ പറ്റിയില്ല. നമ്മൾ വേറെ അന്വേഷിച്ചപ്പോഴൊക്കെ അവരെല്ലാം എന്നോട് പറഞ്ഞത് 24 hours ഓപ്പൺ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ആകെ ഒരു 12 hours ഓപ്പൺ ഉള്ളൂ. പക്ഷേ അതിൽ 12 hours രാവിലെ ഈ 9 മണി കഴിഞ്ഞാൽ പിന്നെ ആരെ അലൗഡ് ചെയ്യില്ല, ഇതിനകത്തേക്ക് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റില്ല. ഈ ഒരു തോമ്പ് അടിപൊളിയാട്ടെ. എന്തൊരു കൊത്തുപണിയാണ് പണ്ട് കാലത്ത്. അതായത് 2000 വർഷം മുമ്പ് കൊണ്ട് കണ്ടുപിടിച്ചതാണ്. അതിനു മുമ്പ് എത്ര നല്ല കൊത്തുപണി ചെയ്തിരിക്കുന്നു. നൈസ്. ഇപ്പം എൻ്റെ പുറകിൽ കാണുന്നതാണ് ഒരു തോമ്പ്. വെയിൽ കൊണ്ട് പരുവായിപ്പോയി. നടന്ന് ആകെ ഇതായി, പണി കിട്ടി. ഇതാണ് ലാസ്റ്റ് ഫൈനൽ ഡെസിഷൻ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഗൈഡുണ്ട്. ഗൈഡിൻ്റെ പരിഭാഷ കേൾക്കാം. അല്ലെങ്കിൽ അതിൻ്റെ പുള്ളി ഇതിനെക്കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റോറി പറഞ്ഞു തരും, ഹിസ്റ്ററി. Welcome to the last stop of our tour in Hegra Heritage Site. This place in front of us is called Al Farid. Al Farid, by the way, in English it means the unique. And indeed, this tomb in front of us, it's very unique, and its uniqueness came from its being the biggest tomb in the heritage site. Also, this is the only tomb in the south part of the heritage site. This is the only tomb that has taken a whole mountain for itself, and also this is the only tomb that have 4 pillars in front of it. But with all these unique features that this tomb have, although it's unfortunately not completed or finished to a certain point, and because it's not finished, now we understand how did they carve these tombs and what tools were they using and how much time it was taking them to carve a tomb like this. So I want you to take a look at the tomb. From the top part of it, you're going to see that the surface is smooth, the decorations are clear, and the same thing, we reach the entrance level of the tomb.
you're going to see to the right part and the left part of the entrance, or the triangle above the entrance, there's a horizontal line. Under that line, the surface starts to become rough. We see chisel marks everywhere. And down in the very bottom, we have these rectangular shaped rocks. This is the unfinished part of the tomb. And from it, we understand that they first start by climbing the mountain to the top. They don't have ladders or scaffoldings to help them climbing. So what they do, they dig holes or carve holes to help them climb to the top. And these holes usually in the middle part of the rock. So when they can remove the rocks, they remove also the trail that they digged to climb the mountain and get down from it. So they use iron tools, iron chisel and iron hammer, to break the stones in rectangular shapes similar to what we see in the very bottom, because it's easier and faster on them to remove the rocks this way and also to recycle them in their residential area. They remove a level of 1 or 1.5 meter. And then they start to decorate the tomb by using smaller chisels and hammers. And then at last they finish by sanding the surface of the tomb by using rough basalt rock. A lot of people today use this type of rock to clean the bottom part of the feet. Now I guess everybody knew what this type of rock. So they repeat this process a meter after another until they finish the whole tomb. The owner of this tomb, he is a man called Lahyan bin Kuza, or Lahyan, son of Kuza. He is a general at the Nabatean army. We know the name because if you take a look on top of the eagle shape on top of the entrance, there's a square. That square is usually found in most of the tombs, not all of them, but most of them contain this square. This square, they usually write inside it an inscription mentioning the owner name. And inside it, we discover the owner name, Lahyan, son of Kuza. And as I told you ago, the archaeological team believe that he is a general at the Nabatean army. In the year 106 AD, there was a battle between the Roman army and the Nabatean army. The battle was here in Hegra and also in Betra. So a lot of people believe that Lahyan participated in that battle and got killed, and maybe that is the main reason for him not to finish his own tomb. The archaeological team put the process of carving a tomb inside a computer simulation to give us an idea about how much time it's taken them to carve a tomb like this. So they say that the amount of time is changing depending on the size of the tomb, the decorations on it, the depth of it. The small tomb with no decorations at all, it will take them from 3 to 5 months maximum to finish. While this tomb in front of us, the biggest tomb in the area of Hegra, it will take them approximately from 8 to 14 months to finish. Do you have any questions, anything that you want to know more about? What nation, what Prophet's nation was here? At what prophet period do you mean? Yes, At what prophet period it was here? They were close to the Prophet Isa ibn Maryam alayhi salam, or some people call it Jesus. So we heard stories about that there was azab of Allah. Is that true? The adab, it was happening on the people of the Prophet Saleh. The people of the Prophet Saleh, they used to live in the area of Al-Hijr or Hegra, but it's not this place where we are. Because if you remember in the beginning of our tour, I told you that when I say Hegra, I mean the whole area of Alula, not just the heritage site here. And a lot of people speculate that the area of Adab or the area of the Prophet Saleh, it's on the sides. Because when the Prophet Muhammad والسلام, he passed by it, he was going with an army. He was not traveling, he was going with an army. And usually the armies don't go on main roads, they go on side roads. So it's on the side. This is what most of the people speculate. And inshallah, maybe in the future we will understand more about it. But we are certain that it's not here. To give you the short. Prophet Muhammad told people to not stay in that area. Is that true or it's true? Yeah, no, it is true. It is true. Yes, the Prophet Muhammad said that don't stay in that area, walk fast, cry or act crying. It's true. But as I told you, it's not here. It's close to the sides. But where exactly, we don't know. Allahu A'lam. They have door, kind of door or something, wood door. Do they have a kind of door to close the tomb? Yes. Okay. So as I told you ago in Jabal al-Ahmar area and also in Jabal al-Banat area, there was 2 ways to close the tombs. First, they have a wooden door
from the part inside the tomb. And outside the tomb, they have a wall in front of the wooden door. If there's someone new in the family will passed away and they want to bury him inside it, they have to break the wall again and open the door, finish the burial rituals, and then close the wooden door and then rebuild the wall again. Any other question? منذ أكثر من 2000 عام، وكان ذلك تقريبا في نفس الوقت الذي تم فيه بناء سور الصين العظيم، كما تم أيضا تنصيب أول إمبراطور للإمبراطورية الرومانية القديمة. One of the magnificent civilizations that lived here is the Nabatean civilization. Hegra was one of the most important cities in the Nabatean kingdom. It thrived as a result of its strategic location on ancient trading routes and as a result of the skill and ingenuity of the Nabatean people. The city of Hegra was created by Nabatean inhabitants over 2,000 years ago, around the same time that the Great Wall of China was first constructed and the Roman Empire appointed its first emperor. تستمتعون في الرحلة بمشاهدة المناظر الجميلة، كما تستمعون إلى قصص التراث من الحضارات القديمة. كذلك توثقون اللحظات المميزة خلال رحلتكم باللقطات التذكارية الجميلة. ولكن نظرا لأهمية تراثنا العريق وللحفاظ عليه لأجيالنا القادمة، لا بد من الالتزام بالتعليمات التالية. Enjoy with us seeing beautiful landscapes and listening to stories of ancient civilizations, capturing your beautiful moments during your journey with us. But due to the importance of this heritage and its preservation, we hope you follow the following instructions. مراعاة المواقع التراثية واحترام الآثار الثمينة وتقدير قيمتها التاريخية، وأيضا المحافظة على النقوش والكتابات بعدم لمسها أو الكتابة. ഞങ്ങൾ ജുദാൻ്റെ വണ്ടിയിലാണ് പോയത്. ജുദ ഫ്രം ഈജിപ്റ്റ് മസറിയാണ്. അപ്പോൾ പുള്ളിയാണ് നമ്മളെ ഡ്രൈവറായിരുന്നു, നമ്മളെ വഴി കാട്ടി, നമ്മളെ ജബലിലെല്ലാം കൊണ്ടുപോയത്. അടിപൊളി ഡ്രൈവറായിരുന്നു, നല്ല മനുഷ്യനാണ്. ശരിക്കും എന്താ കലം ലമാർ അല്ല അറബിയ എന്ന് പറഞ്ഞിട്ട് ഈജിപ്റ്റ്. മാഷാ അല്ലാ മാഷാ അല്ലാ. അന സോ യൂട്യൂബ് ഓക്കെ ഇൻഷാ അല്ലാ ബാദൻ ഇൻ ദ ഷൂഫ്.